ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ ദേവയാനി ഖോബ്രഗഡെയെ അറസ്റ്റ് ചെയ്ത് വിവസ്ത്രയായി പരിശോധിച്ച അമേരിക്കൻ നടപടിക്കെതിരെ അതേ നിലയിൽ തിരിച്ചടിച്ച് ഇന്ത്യ. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഇതുവരെ ഡൽഹിയിലുള്ള അമേരിക്കൻ സ്ഥാനപതി കാര്യാലയം. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെ സുരക്ഷ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അമേരിക്കൻ സ്ഥാനപതി കാര്യാലയത്തെ ബാരിക്കേഡുകൾ പോലീസ് നീക്കം ചെയ്തു. എംബസിയിലേക്കുള്ള മദ്യം, ഭക്ഷണം എന്നിവയുടെ ഇറക്കുമതിക്കുള്ള പ്രത്യേകാനുമതി റദ്ദാക്കി. ഉദ്യോഗസ്ഥർക്കുള്ള VIP പരിഗണന നീക്കി. വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രത്യേക പാസ് പിൻവലിച്ചു. എംബസികളിലെയും കോൺസുലേറ്റുകളിലെയും ജീവനക്കാരുടെ ശമ്പളത്തിന്റെ വിശദാംശങ്ങളും വീട്ടുവേലക്കാർക്ക് നൽകുന്ന വേതനത്തിന്റെ വിവരങ്ങളും ഇന്ത്യ ആരാഞ്ഞു. ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും തിരിച്ചറിയൽ കാർഡ് തിരികെ നൽകാനും നിർദ്ദേശിച്ചു. അമേരിക്കൻ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു. I think that everything that can be done will be done. I can assure you. We take this thing very seriously, and I think that our sense has been adequately communicated to our friends in the United States of America. Let's just now see what happens. You will be kept posted. മകൾക്ക് നേരിട്ട ദുരനുഭവത്തിൽ ആശങ്കാകുലനാണെന്ന് ദേവയാനി ഖോബ്രഗഡെയുടെ പിതാവ് പറഞ്ഞു. This is absolutely political case and it must be resolved in political and diplomatic. അമേരിക്കയിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ ദേവയാനി ഖോബ്രഗഡെയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. വിസ നിയമം ലംഘിച്ചതിനായിരുന്നു അറസ്റ്റ്. വീട്ടുവേലക്കാരിയെ കൊണ്ടുവരാൻ വിസയിൽ കൃത്രിമം കാട്ടി കുറഞ്ഞ വേതനം നൽകി എന്നിവയായിരുന്നു കുറ്റങ്ങൾ. ദേവയാനിയെ വിലങ്ങ് വെച്ച് നിരത്തിലൂടെ കൊണ്ടുപോയി ലോക്കപ്പിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കൊപ്പം താമസിപ്പിച്ചു എന്നിവയാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ മറ്റൊരു രാജ്യത്തെ നിയമം ലംഘിക്കാൻ നയതന്ത്ര പരീക്ഷ മറയാക്കാമോ? എംബസികൾക്കുള്ള സുരക്ഷ പ്രത്യേക അവകാശമായിരുന്നോ, അതോ സുരക്ഷാ ഭീഷണിയുടെ ഭാഗമായി നൽകിയതാണോ എന്നീ ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.